ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചിക്കൻ വരട്ടിയത് റെഡിയാക്കിയെടുക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാനിപ്പോൾ കാണിച്ചത്. അതായത് കുറച്ച് മല്ലിപ്പൊടി, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് പറങ്കിപ്പൊടി, ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ അത് നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിൽ അതിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നമുക്കിതിൽ കുറച്ച് ചേരുവകൾ ചേർക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റിൽ തന്നെ ഇതുപോലെ ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് ഇതുപോലെ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് ഒന്ന് പെരക്കി മിക്സാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു അരമണിക്കൂറിന് ശേഷമാണ് നമ്മൾ പാകം ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. കുറച്ച് തേങ്ങാക്കൊത്ത് കൂടെ ചെറിയ പീസാക്കി ഇട്ടിട്ട് ഒന്ന് എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിനി പാകം ചെയ്യാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ ഒരു വലിയ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഞാൻ വളരെ കുറച്ച് മാത്രമേ വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങളുടെ ആവശ്യാനുസരണം വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് പച്ചമുളകും കൂടെ ചെറിയ പീസ് ഞാൻ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ആകെ മൊത്തം ഒരു പുകമയായിട്ടുണ്ടല്ലേ. അപ്പോൾ അത് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് ഉള്ളി ചെറിയ പീസാക്കിയിട്ടാണ് ഞാനിവിടെ ഉള്ളി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊരു 2 ചെറിയ ഉള്ളിയാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് അതിലേക്ക് വാട്ടിയെടുക്കുക. എണ്ണയിൽ ഒന്ന് നല്ലപോലെ ഉള്ളി വാട്ടിയെടുക്കുക. അപ്പോൾ ഈ ഉള്ളി വാട്ടിയെടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മാത്രമേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പോൾ ഉള്ളി നന്നായി വാടിക്കുഴഞ്ഞ ഒരു പരിവാകുമ്പോഴത്തേക്ക് നമ്മൾ ചിക്കൻ നേരത്തെ ഇറക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് വളരെ കുറച്ച് വെള്ളം മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം ചിക്കൻ ഓൾറെഡി കുറച്ചൊരു പാകമാകുമ്പോഴത്തേക്കും അതിൽ തന്നെ വെള്ളം അത്യാവശ്യം നല്ല രീതിക്ക് ഇറങ്ങി വരും. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇതെല്ലാം കുറച്ചും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ നോക്കി ഒഴിച്ചാൽ മതി വെള്ളം. നമുക്ക് അത്യാവശ്യം ചിക്കൻ തന്നെ നല്ലപോലെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ ഞാൻ ഇതല്ലാതെ കുറച്ചും കൂടെ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി മറന്നുപോയതാണ്. അപ്പോൾ ഇനി ചിക്കൻ നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇത് നല്ലപോലെ നല്ലൊരു വലിയ മൂടി എടുത്ത് ഞാനിതിന് അടച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇടയ്ക്ക് നമ്മൾ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാൻ കണ്ടില്ല, ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുള്ളൂ. ആ ചിക്കൻ നിറഞ്ഞ വെള്ളമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനൊന്നും കൂടെ അത് അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ ചിക്കൻ വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഏതാണ്ട് ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ലാസ്റ്റ് കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. കുരുമുളക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് വറ്റിച്ചെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനതിൽ ഏറ്റവും ലാസ്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത് മല്ലി ഇലയാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്നുള്ള തൊടിയിൽ തന്നെയുള്ള മല്ലി ഇല ഉണ്ടല്ലോ, അതാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് നല്ലപോലെ വറ്റിച്ച് ഫ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കുറച്ച് ഇതുപോലെ ചാറ് വേണമെന്നുള്ളവർ അങ്ങനെയും ചെയ്യാം കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിപ്പോൾ നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒന്ന് കാണിച്ചു തരാം ഇത് ഫുള്ളായിട്ട് എങ്ങനെയാണെന്ന് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കഴിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ നിങ്ങൾ തീർച്ചയായും ഇതുപോലെ ട്രൈ ചെയ്യണം കേട്ടോ. ഇന്നത്തെ വീഡിയോ എൻഡ് ചെയ്യുന്നു. ബൈ ബൈ.